നിന്നു പോകും. ഏതൊരു പെണ്ണും കണ്ണൻ വിശ്വകർമ്മനെ ഇപ്പോൾ കണ്ടാൽ തേജസ്വിയായ ഒരു ബ്രാഹ്മണകുമാരനെന്നേ തോന്നും. എന്റെ പൈതൃകത്തിന്റെ വഴിയെ പിറകോട്ട് നടന്നാൽ ഒരു ബ്രാഹ്മണ രക്തത്തിന്റെ കലർപ്പ് കാണാൻ കഴിയും. പക്ഷേ അത് അച്ഛന്റെ ജന്മവുമായി ബന്ധപ്പെട്ടൊരു കഥയായതുകൊണ്ട് ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മംഗലത്തമ്മ വന്ന കാര്യം പറഞ്ഞോളൂ. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി ഈ ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവുക എന്നതിനപ്പുറം ഇതെനിക്ക് പെരുന്തച്ഛനോടുള്ള പ്രതികാരം കൂടിയാണ്. അയാൾ നിന്നെമെന്ന് പറഞ്ഞുപേക്ഷിച്ച കർമ്മം മകൻ ചെയ്യുന്നത് കാണുമ്പോൾ ആ മനസ്സ് വേദനിക്കാതിരിക്കില്ല. അതിന് പകരമായി നിനക്ക് ഞാൻ എന്തും. പണി കഠിനമാണ്, വേതനം പതിവിൽ കൂടുതൽ പ്രതീക്ഷിക്കാമല്ലോ. നീ കൊള്ള, ധനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മൊശടൻ. അച്ഛൻ കല്ലാണെങ്കിൽ നീ കരിമ്പാറയാ. പണ്ട് കിടപ്പറയുടെ കട്ടിലിന്റെ ഒരാണി ഇളകിയത് ഉറപ്പിക്കാൻ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ കൈയൊഴിഞ്ഞ ആ ജോലി കൂടി ഞാൻ ഏറ്റെടുത്തു തരണം. വിരോധമില്ല. അതിനും പ്രതീക്ഷിക്കാമല്ലോ ഘനപ്പെട്ടൊരു പ്രതിഫലം. തീർച്ചയായും. എല്ലാം ശുഭമായി ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവുമ്പോ ദിവ്യത്വമുള്ള രക്തങ്ങളുടെ കലർപ്പുണ്ടാവുന്നതിൽ തെറ്റില്ല. അഭിലാഷങ്ങൾ തുറന്നു പറയുന്നത് കുലസ്ത്രീകൾക്ക് ഹിതമല്ലെന്നറിയാം. എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. എനിക്കിഷ്ടാ ഈ വിശ്വകർമ്മനെ. മോന്റെ വേളയോട് തോന്നിയാസം കാണിക്കാൻ നോക്കിയ കൊന്നു കളയില്ല. ഈ തമ്പുരാൻ ഇത്രയും വളർത്തുണ്ടായിട്ടാണോ കോലോത്ത് ഇത്രയും കാലം കുട്ടികൾ ഉണ്ടാവാതെ പോയത്? അടിയൻ ഒരു ആശ്രിതനാണ് തമ്പുരാനെ. പണം തരുന്ന തമ്പുരാട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ അടിയൻ ബാധ്യസ്ഥനാണ്. ഭദ്രേ, നീ ഒരു കൂടി നോല് ചതിക്കായിരുന്നു. ചതിച്ചത് നിങ്ങളാ എന്റെ ജീവിതത്തെ. ഇവിടെ നിന്നായാലും കോലോത്ത് നിന്നായാലും ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോകേണ്ടവനാണ് നിങ്ങളൊന്നും മറക്കണ്ട. അത് പറയാത്തത് എന്റെ ഔദാര്യം. നാളെ ഇവനെ എന്റെ കിടപ്പറയിൽ അസമയത്ത് കണ്ടാലും കണ്ടില്ലാന്ന് നടിച്ചേക്കണം തമ്പുരാൻ. അനുസരിച്ചല്ലേ പറ്റൂ. നമ്മളൊക്കെ ആശ്രിതന്മാരായി പോയില്ലേ തമ്പുരാനെ? താച്ചിരിക്കുന്നോ? മോനെ ഗതികടിനെ പരിഹസിച്ച് താച്ചിരിക്കാം. ചതിച്ച ഭാര്യ ദോഷിക്കാൻ പോലും അറിയാത്ത പാവം ബ്രാഹ്മണനാണെന്നോ മനനൊന്നത് ശപിച്ച ഈ ജന്മത്തിലും ഒരു ജന്മത്തിലും നിനക്ക് മോക്ഷം ഉണ്ടാവില്ല. ആണും പെണ്ണും കെട്ട തമ്പുരാനെ, ശാപങ്ങളെ ഭയക്കുന്നവനല്ല കണ്ണൻ, നേട്ടങ്ങളിൽ വിശ്വസിക്കുന്നവനാ. കടന്നുപോടോ. പോയിക്കോളാം. ഭദ്രോട് പറഞ്ഞ് നമ്മോട് അവൾ കലഹമൊന്നും ഉണ്ടാക്കിക്കരുത്. ഇനി എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് മറുത്തൊന്നും പറയാതെ പടവിടെങ്കിലും കഴിഞ്ഞു കൂടിക്കൊള്ളാം. ഇനി നാം ഇങ്ങനെ പറയൂ. നീ നന്നായി വരും. നിനക്ക് നല്ലതേ വരൂ. ദേവരെ, ഈ ചെറുള്ളി തമ്പുരാന് ഇതെന്താ പറ്റിയത്? നല്ല ബുദ്ധി ഉദിച്ചോ? കണ്ണൻകുട്ടിയോട് ഇത്രയും സ്നേഹം കൂടാ. ഇവിടുത്തെ സന്താനദോഷം തീർക്കാൻ ഞാൻ ക്ഷേത്രം പണിയാൻ വന്നല്ലോ. അതിന്റെ കടപ്പാട് കൊണ്ടായിരിക്കും. ഭാവ അത് നന്നായി. അന്ന് മൂത്താചാരി ക്ഷേത്ര നിർമ്മാണത്തിൽ ഒഴിഞ്ഞത് ഞാൻ മൂലാമുരുപേക്ഷം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിപ്പോ മാറി കിട്ടി. പക്ഷേ ചെമ്പകത്തിന്റെ മുഖത്തെന്താ ഒരു വിഷമമുള്ളത് പോലെ? പേടിയോണ്ടായിരിക്കും. സ്വയംവര ദുർഗയാണല്ലോ ഇവിടെ കൊത്തേണ്ടുന്ന പ്രതിഷ്ഠ. അതാവാനൊക്കെ തന്നെ കൊണ്ടാവോന്നുള്ള ആദ്യമായിരിക്കും. സാരമില്ല. ശില്പി കണ്ണൻ വിശ്വകർമ്മനാവുമ്പോൾ അത്തരം വേവലാദികളൊക്കെ അസ്ഥാനത്താ. എന്നാ ദേവനാശാരി പോയിക്കൊള്ളൂ. 7-ാം നാൾ പ്രതിഷ്ഠാകർമ്മം നടക്കേണ്ടതാ. എങ്കിൽ എല്ലാം ഭംഗിയാവട്ടെ. അച്ഛൻ എന്തിനാ പേടിക്കണ? ഒന്നും പേടിക്കണ്ട.
ചോദിച്ചിരുന്നു ചെമ്പകം, എന്നിട്ടും വരേണ്ടി വന്നില്ലേ? വരാനുള്ളതെല്ലാം അങ്ങനെ തന്നെയാ, വഴിയിൽ തങ്ങാതെ വരും. ചക്കൻ അധികം സംസാരിക്കണ്ട. പാവം എന്റെ അച്ഛൻ മനസ്സിൽ മൂത്താശാരിക്ക് നൽകിയിട്ടുള്ള അതേ സ്ഥാന ചക്കനും തന്നിട്ടുള്ളത്. അതുകൊണ്ടാ വന്നത്. അതെല്ലാം തെറ്റായിരുന്നു എന്നറിഞ്ഞാൽ ആ പാവത്തിന് അതൊരു വലിയ നടുക്കമാവും. എന്താ, ഞാൻ തിരിച്ചു പോണോന്നാണോ? കാര്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നീ വന്നത് ആരോടുമുള്ള കടപ്പാട് ഓർത്തിട്ടല്ല, ഉള്ളിലെ മോഹം കൊണ്ട് തന്നെയാ. ആദ്യം ഒന്ന് എതിർത്തെങ്കിലും ഇഷ്ടമാണ് ചെമ്പകത്തിന് ഈ കണ്ടൻ വിശ്വകർമ്മന്റെ സ്പർശം. ഇനി നീനെ തൊട്ടാ കണ്ണിൽ വിശ്വകർമ്മന് വൃത്തികേട് മുഴുവൻ മാറും ഞാൻ വിളിച്ചു പറയും. നിൽക്ക്. മരത്തിൽ ഉറഞ്ഞു കിടക്കുന്ന സ്വയംവര ദുർഗയ്ക്ക് സാക്ഷാത്കാരം നൽകാതെ നീ എങ്ങോട്ടാ? മാലോകരോട് സത്യങ്ങൾ വിളിച്ചു പറയാനോ? നിർമ്മാണത്തിനു വേണ്ടി മുറിക്കുന്ന മരത്തിനോടും മരത്തിൽ പാർക്കുന്ന കിളികളോടും വരെ അനുവാദം ചോദിച്ചും പൂജിച്ചും മാത്രമേ കർമ്മത്തിനൊരുങ്ങാവൂ എന്ന് അച്ഛന്റെ മതം. പക്ഷേ ഇച്ഛയും സാഫല്യവുമാണ് ലക്ഷ്യമെങ്കിൽ അനുവാദമില്ലാതെ തന്നെ എന്തും നേടാമെന്ന് കണ്ണന്റെ മതം. എന്തായത്? നീ ഇതെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? മുന്നിലൊരു മാതൃകയുമില്ലാതെ മനസ്സിലൊരു ശരീരത്തെ ആട്ടിമുടി നിറച്ചൽ കൊത്തുവരെയാ. മൂന്നാമതൊട്ട് പെരുവരി വരെ തെറ്റിയില്ല. പിന്നെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി സ്വന്തമായി ചില അലങ്കാര പണികൾ. ഇതെല്ലാം ഞാൻ ചെയ്തതാ. ഇതൊന്നും പെരുന്തച്ഛന് വശമില്ല. എന്റെ കഴിവുറ്റ അറിവ് കണ്ട് ബോധ്യപ്പെടാമെന്നല്ല ഞാൻ. ഒരു കാര്യം പറയാൻ വന്നതാ. മംഗലത്തമ്മയുടെ ക്ഷേത്ര നിർമ്മാണത്തിൽ നിന്നും നീ പിന്മാറണം. പറയുന്നതനുസരിച്ച് അച്ഛനുപേക്ഷിച്ച നിർമ്മാണങ്ങൾ ഏറ്റെടുക്കരുത്. ശാസ്ത്രം തെറ്റിച്ചാൽ നരകം. കണ്ണാ, നിനക്കെന്ത് പറ്റി? എവിടെ ഞാൻ നിന്നിൽ കണ്ടിരുന്ന ദേവീഭാവം? എവിടെ നിന്റെ മാതൃഭാവം? എവിടെ നിന്റെ നിഷ്കളങ്കത? അങ്ങനെ ദേവീഭാവം ഉണ്ടെന്നും അമ്മയുണ്ടെന്നും എല്ലാം പറയുമ്പോഴും എന്റെ ഉള്ളിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അച്ഛൻ എന്തെങ്കിലും വയർ നിറച്ച് കഴിക്കാനുള്ളത് അത് കിട്ടണം. അതിനാ ഇന്നും മടിച്ചിട്ടാണെങ്കിലും ഞാൻ വന്നത്. എന്നെ മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. അരപ്പട്ടണയിൽ നിന്നും നിന്ന് ഞാൻ വിളിച്ചു വരുത്തിയത് സർവനാശത്തിലേക്കായിരുന്നല്ലോ എന്റെ കുഞ്ഞ്. സകലതും നശിച്ചൊരു പെണ്ണിന്റെ മുഖം അതൊരു ദേവിക്കും ഉണ്ടാവില്ലല്ലോ. എങ്കിൽ പിന്നെ ഇത് എന്റെ ആവശ്യമില്ലല്ലോ.
അല്ലേ മുത്തശ്ശേരി? അപ്പൊ ഇനി എനിക്ക് പോകാനോ? എങ്ങോട്ട്? ഇനി നിന്നിൽ ഉടലെടുക്കേണ്ട ഒരു ഭാവമുണ്ട്. അത് സ്വയംവര ദുർഗയുടേതല്ല, പ്രതികാര ദുർഗയുടെ സംഹാരഭാവം. അതെല്ലാം ഒരു സങ്കല്പമല്ലേ മൂത്താശാരി? ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്ത് മൊഴിയും പ്രതികാരവും എനിക്കറിയാം. എനിക്ക് നഷ്ടപ്പെട്ട ഒന്നിനി തിരിച്ചു കിട്ടില്ല. അച്ഛൻ ആ പാവം ഒന്നും അറിയരുത്. കൽത്തൂൺ അതിന്റെ പാതി പ്രാണനാണ് എടുത്തതെങ്കിൽ ഇതറിഞ്ഞാൽ അതിന്റെ മുഴുവൻ പ്രാണനും. നീ എല്ലാം മറച്ചു വെച്ചോളൂ, പക്ഷെ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് പറ്റിപ്പോയൊരു തെറ്റിന്റെ പിഴക്കണക്ക്. പറഞ്ഞത് ഞാൻ ദൂരത്തുനിന്ന് കണ്ട് എനിക്ക് വന്നത്ത നേരം വെള്ളം. പിന്നെ മൂത്താച്ചാരില്ലെങ്കിലും മോൻ ഞങ്ങളെ കൊത്തിനൊക്കെ വിളിച്ചിരുന്നു കേട്ടോ. താരക്കടില്ല പറ്റില്ലാതെ മമ്മി ഉണ്ട്. കേമായിട്ടുണ്ടല്ലോ മോന്റെ കൊത്തുപണി. ഇതിപ്പോ ഇവളെക്കാട്ടിലും ശ്രീയും ചന്തും ഉണ്ട്. മോൻ കേമനാട്ടോ മൂത്താച്ചാരിയെ. ഞാനാ പറഞ്ഞത് പിളക്ക് പിടിച്ചില്ല തോന്നുന്നു. അച്ഛൻ വെറുതെ പറഞ്ഞതാ. നിനക്ക് ഇത്തിരി ക്ഷീണുണ്ട് എന്നുള്ളൂ, എന്നാലും സ്ത്രീക്ക് ഒട്ടും കുറവില്ല. ഈ അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. എനിക്കൊരു വിഷമല്ല അച്ഛാ. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കായിരുന്നാ മതി. ദേ ഞാൻ പോവാ. അച്ഛൻ മൂത്താശാരും ലോഹിമൊക്കെ പറഞ്ഞ് കണ്ണൻ വിശർമ്മൻ എത്തുമ്പോ ഇന്നത്തെ കൊത്തിന്റെ കൂലിയൊക്കെ വാങ്ങിച്ച്. കൂലി മോഹിച്ചിട്ടൊന്നല്ലല്ലോ നമ്മള്. പിന്നെ എന്തിനാ പുണ്യം കിട്ടാനോ? കൂലി തന്നെയാണ് പ്രധാനം. മോളെ അതെത്ര കിട്ടുമോ അത്രയും ചോദിച്ചു വാങ്ങണം അച്ഛൻ. അതെത്ര ദിവസം അച്ഛനെ പട്ടിണി മാറ്റും എനിക്കറിയില്ല, എങ്കിലും അത് വാങ്ങണം. ആ അടുക്കള ചായപ്പിൽ അടിച്ചുമ്പല്ലാണ് അച്ഛന് മരുന്നുള്ളത്. കഴിക്കാതിരിക്കരുത്. വീണ്ടും പറയാ, എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കരുത്. എന്താ മൂത്താച്ചാര്യ ഓളിപ്പ ഈ പറഞ്ഞിട്ട് പോയത്? എനിക്കൊന്നും പിടികിട്ടണില്ല. പക്ഷെ ഒന്ന് മാത്രം മനസ്സിലായി, അവൾ ജീവിക്കുന്നത്രയും തനിക്ക് വേണ്ടിയാ. അച്ഛനെ തോൽപ്പിക്കാൻ ചില മക്കൾ ഉണ്ടാവാറുള്ളത് പോലെ അച്ഛന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മകൾ, അതാണ് നമ്മുടെ ചെമ്പകൻ. അതിന്റെ കുട്ടിയാണ്. എന്താ അവിടെ ഒരു ചെത്ത കേട്ടത്? ഒന്നുമില്ല. നിന്റെ കുട്ടിയുടെ ചെത്തല്ലേ അത്? അല്ല. ആണ്. അല്ല. ആണ്. അല്ല. ഉളി പിടിപ്പിച്ച ഗുരുനാഥന്മാരോടും ഉളിയിൽ മൂർച്ചയായി നിന്ന മനസ്സാക്ഷിയോടും ഉളിക്കൊത്തിന് രൂപവും സൗന്ദര്യവും പകർന്നു തന്ന പ്രപഞ്ച വിശ്വകർമാവിനോടും പുഴക്കരയിൽ അനാഥ ജഡമായി മാറിയ എന്റെ തേവന്റെ ചെമ്പകത്തോട് എന്റെ മാളൂനോടും വരെ മാപ്പരുന്ന് പെരുന്തച്ഛൻ ഇറങ്ങുക. എന്റെ അവസാന